വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് SSLCക്ക് മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങാം. ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന നമ്മുടെ SSLC മോഡൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലെയും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞേക്കാം. അപ്പം നിങ്ങൾ നല്ല ക്ഷമയോടെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്തൊക്കെ നോക്കണം കേട്ടോ. എല്ലാം ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ചെറിയൊരു റിവിഷൻ പോലെ ഒന്ന് പോയി നോക്കാം. Which is the fifth term of the arithmetic sequence 11, 15, 19, 23? അപ്പോൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 15-ൽ നിന്നും 11 കുറച്ചാൽ മതിയാവും അല്ലേ. അതിലെ കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 4. അപ്പം 4, 11, 4, 15, 15, 4, 19, 19, 4, 23, 23, 4, 27 എന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻസർ ഈസ് 27. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സർക്കിൾ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. സർക്കിളിനകത്ത് AOB എന്ന് പറയുന്നത് 120 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ഫിഗർ AOB = 120 ഡിഗ്രി, ആംഗിൾ ACB = 60. ACB എന്ന് പറയുന്നത് 60 ആണ്. ഇത് 120 ആണെങ്കിൽ ഇത് പറയാതെ തന്നെ നമുക്ക് 60 എന്ന് പറയാൻ അറിയാം അല്ലേ. കാരണം ഒരു സെൻറ്റർ ആംഗിളിൻ്റെ കേന്ദ്രകോണിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ എവിടെ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ആംഗിൾ ADB. അപ്പോൾ ADBക്ക് ഇവിടെ ലൈൻ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ആ ലൈൻ അവിടെ നമ്മൾ അസ്യൂം ചെയ്യുക അവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്തതിന് ശേഷം വേണം നമ്മളത് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ഇത് എത്ര ആവും? അത് ആംഗിൾ ADB ഈസ് ഓൾസോ എന്ത് വരും? 60 ഡിഗ്രി. അപ്പോൾ സോ ദ സെക്കൻഡ് വൺ ആൻസർ ഈസ് ഓപ്ഷൻ B, 60 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഫ്രം 1 to 25 ആർ റിട്ടൺ ഇൻ സ്മോൾ പേപ്പേഴ്സ് ആൻഡ് പ്ലേസ്ഡ് ഇൻ എ ബോക്സ്. 1 മുതൽ 25 വരെ നമ്പർ എഴുതി നമ്മൾ പേപ്പറിൽ മടക്കി നമ്മളൊരു പെട്ടിയിലിട്ടു, ഒരു ബോക്സിലിട്ട് വെച്ചു. ഈ പേപ്പർ ഈസ് ടേക്കൺ അറ്റ് റാൻഡം. അതിൽ നിന്ന് ഒരെണ്ണം എടുത്താൽ വിതൗട്ട് ലുക്കിംഗ്, അത് നോക്കാതെ എടുക്കണം കേട്ടോ. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. അത് ഈവൻ നമ്പർ ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ്? അപ്പോൾ നമുക്കറിയാം 25 വരെയുള്ളത് ഒന്നിടവിട്ട സംഖ്യകൾ എന്തായാലും ഓഡ് നമ്പറും ഒന്നിടവിട്ട സംഖ്യകൾ ഈവൻ നമ്പറും ആണല്ലോ. അപ്പോൾ 25-ൻ്റെ നേർ പകുതി എന്ന് പറയുമ്പോൾ 12. അപ്പോൾ 12 എന്താണ്? ഉറപ്പായിട്ടും എന്താണ്? നമുക്ക് ഓഡ് നമ്പറും 12 ഈവൻ നമ്പറും. അപ്പോൾ നമ്മൾ 1ഉം 25ഉം വിടും. 1 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്, 25 പറയുന്നത് ഓഡ് നമ്പറാണ്. അപ്പോൾ ബാക്കി എത്ര വരും? നമുക്ക് 12 വരും. ഇവിടെ ടീച്ചർ ഒന്ന് എഴുതി കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എത്ര ഈവൻ നമ്പർ കിട്ടും നമുക്ക്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എത്ര കിട്ടും? 12. സോ അവർ ആൻസർ ഈസ് 12/25 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയൊക്കെ തന്നെ നോക്കിക്കാണും കേട്ടോ, നിങ്ങൾക്ക് സമയം കിട്ടും. ദെൻ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ട്രിഗ്നോമെട്രിയിലാണ്. ഇൻ ദ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC, ആംഗിൾ B = 90 ഡിഗ്രി, സൈൻ A = 7/25, ദെൻ കോസ് C = ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദ്യം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സൈൻ A = 7/25 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈൻ A മീൻസ് സൈൻ A = ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ, ദാറ്റ് ഈസ് 7, ഇവിടെ 25. നമ്മൾ ചോദിച്ചിരിക്കുന്നത് കോസ് C ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോസിൻ്റെ റേഷ്യോ ഫോമിൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ, സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസാ. അപ്പോഴും എന്ത് തന്നെയാണ് ആൻസർ? 7/25. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ A. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് 3 to 8K ഈസ് 1. 3 to എന്ന പെയറിൻ്റെയും 8, എന്ന ഓർഡേഡ് പെയറിൻ്റെയും കോർഡിനേറ്റ്സിൻ്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്, അല്ലെങ്കിൽ ചരിവ് 1 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് K. എങ്കിൽ Kയുടെ വില എത്ര? 5, 6, 7, 8, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഏതാണ് കറക്റ്റ് ആൻസർ? സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ്? y2 - y1
ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. നമ്മളുടെ ചോദ്യത്തിൽ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് 3 to 8k. നമ്മുടെ കോർഡിനേറ്റ്സ് 3 to 8, k എന്നിവയാണ് കോർഡിനേറ്റ്സുകൾ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ x1 y1 ഇത് x1 y1 x2 y2. സോ നമുക്ക് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവ തമ്മിലുള്ള സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ y2 മൈനസ് y1 എന്താണ്? k മൈനസ് 2 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 8 മൈനസ് 3. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? ഈക്വൽ ടു 1. അത് മറക്കരുത്. ദെൻ ഇതിനകത്ത് നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ? ദാറ്റ് ഈസ് ഈക്വൽ ടു k മൈനസ് 2 ഈക്വൽ ടു 5 ഈസ് ഈക്വൽ ടു 1. ഇനി 5നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാലോ. ദാറ്റ് ഈസ് k മൈനസ് 2 ഈക്വൽ ടു 5. k ഈസ് ഈക്വൽ ടു 5 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ് 1 2 2 3 3 1. ഈ 3 ഓർഡേഡ് പെയർ വരുന്ന ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് ആണിത്. ആ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ്. എന്താണ് സെൻട്രോയിഡ് എന്ന് വെച്ചാൽ അറിയാമോ? സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ഈ വെർട്ടീസസിൽ കൂടി വെർട്ടീസസിനെ ബൈസെക്റ്റ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ലൈൻ സെഗ്മെൻറ്റ് എല്ലാം കൂടി ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് എന്ത്? സെൻട്രോയിഡ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിലുണ്ടാകുന്ന കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവിടെ എക്സും വൈ രണ്ട് കോർഡിനേറ്റ് കിട്ടണം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടാനുള്ള മാർഗ്ഗം x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3. അതുപോലെ y കോർഡിനേറ്റ് കിട്ടാൻ y1 പ്ലസ് y2 പ്ലസ് y3 ബൈ 3 ചെയ്താൽ മതിയാവും. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ എന്നാ? x1 1 പ്ലസ് 2 പ്ലസ് 3 ബൈ 3യും അടുത്ത 2 പ്ലസ് 3 പ്ലസ് 1ഉം 2 പ്ലസ് 3 പ്ലസ് 1 ബൈ 3യും. സോ അവർ ആൻസർ ഈസ് 3 2 5 1 6 6 ബൈ 3യും 3 2 5 1 6 6 ബൈ 3. സോ അവർ ആൻസർ ഈസ് 6 ബൈ 3 2, 2. സോ അവർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? അപ്പോൾ സെൻട്രോയിഡ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചോണേ, എളുപ്പം ഈസി അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ലെറ്റർ ഓഫ് ദ വേർഡ് എക്സാമിനേഷൻ ആർ റിട്ടൺ ഓൺ ഡിഫറെൻറ്റ് പേപ്പർ സ്ലിപ്പ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ബാഗ്. വൺ സ്ലിപ്പ് ഈസ് ടേക്കൺ അറ്റ് റാൻഡം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലെറ്റർ എ? പ്രോബിലിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നില്ല, ടീച്ചർ ജസ്റ്റ് ഒരെണ്ണോടെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് ആകെ നമ്മൾ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 5 6 7 8 9 10 11. 11ൽ എത്ര പ്രാവശ്യം എ ഉണ്ട്? 1 2. സോ ആൻസർ ഈസ് 2/11 ആണ് കറക്റ്റ് ആൻസർ. അടുത്തൊരു ചോദ്യം. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് 7-3 ആൻഡ് 5 ആസ് ഡയമീറ്റർ. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻറ്റർ ഈസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 7 3 5 5 എന്നത് ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിലെ കോർഡിനേറ്റ്സുകളാണ് എങ്കിൽ റേഡിയസ് എത്ര എന്നാണ് ചോദ്യം. സോറി, റേഡിയസ് അല്ല, സെൻറ്റർ. ഇവിടെ ഇത് ഡയമീറ്ററാന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഡ് പോയിൻറ്റ്സിലെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 7 3 5 5. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സെൻറ്ററിലെ കോർഡിനേറ്റ്സ് ആണ് അല്ലേ. ഈ ഇവിടെ ഉണ്ടാകുന്ന കോർഡിനേറ്റ്സ് എക്സ് വൈ ആണ് അറിയേണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് അല്ലേ ഇത്. അപ്പം മിഡ് പോയിൻ്റ് തിയറം നിങ്ങൾക്കറിയാം. മിഡ് പോയിൻ്റ് എന്താ? x1 പ്ലസ് x2 ബൈ 2. അതുപോലെ y1 പ്ലസ് y2 ബൈ 2 ആണ് എന്താ? മിഡ് പോയിൻ്റ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? x1ഉം x2 ഇതാണ് ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 7 5 12 ബൈ 2ഉം അടുത്തത് -3 പ്ലസ് 5 5 ബൈ 2 അല്ലേ. ദാറ്റ് ഈസ് 12 പേരുണ്ട് 6 വരും. -5ഉം +5 എന്ത് വരും? പ്ലസും മൈനസും വരുമ്പോൾ മൈനസ് ചെയ്തിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കണം. അതായത് 5ൽ നിന്ന് 3 കുറച്ചാൽ 2, വലുത് പോസിറ്റീവ് ആയിട്ട് കൊടുക്കണം 2/2. 2/2 എത്രയാ? 2/2 ഈസ് 1. സോ 6,1 ആണ് കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ സൊല്യൂഷൻ ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ
3x² - x - 10 = 0. ഇതിൽ 1, 2, 3 ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് സ്ക്വയറും മറ്റേ ആഡ് ചെയ്യുമ്പോൾ മിഡിൽ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ആലോചിച്ച ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡായ ഫോമുല ഉപയോഗിച്ച് ചെയ്യാം. -b ± √b² - 4ac/2a എന്നുള്ള ഇക്വേഷൻ കൊടുത്തിട്ട് ചെയ്യാം. എന്താണ് എയും ബിയും സിയും ഒക്കെ നിങ്ങൾക്കറിയോ? അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിക്കോ. എ എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 3 ആണ്. ബി എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ആരും ഇല്ലല്ലോ, ആരും ഇല്ലെങ്കിൽ 1 എടുക്കണം. പക്ഷെ നമ്മൾ പ്ലസ് ആണെങ്കിൽ എടുക്കണം, മൈനസ് ആണെങ്കിൽ ആ സൈൻ ഉൾപ്പെടെ എടുക്കണം കേട്ടോ. ബി എന്ന് പറയുന്നത് -1 ആൻഡ് സി ഈസ് ഓൾസോ -10. അതായത് എക്സ് ഇല്ലാത്ത ടേം എന്താണോ അത് ഫുള്ളായിട്ട് എടുക്കുന്നതാണ് സി എന്ന് പറയുന്നത്. ഇനി അത് ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഉണ്ട്, അവിടെ ചോദ്യത്തിലൊരു മൈനസ് ഉണ്ടല്ലോ. നമ്മുടെ ബിയിലും എന്തുണ്ട്? ഒരു മൈനസ്. സോ -1 ± വളരെ സാവധാനം പരീക്ഷയ്ക്ക് ധൃതി വെച്ച് തെറ്റിക്കൊന്നും ചെയ്യരുത്, പതിയെ എഴുതിയാൽ മതി കേട്ടോ. ദെൻ ബിയുടെ സ്ക്വയർ ദാറ്റ് ഈസ് -1ൻ്റെ സ്ക്വയർ -4ac എന്ന് വെച്ചാൽ 4 × a × c എന്നാ. a ആരാണ്? 3 × c ആരാണ്? -10. ചിഹ്നത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ മൈനസ് ചിഹ്നത്തിന് ഒന്ന് കളഞ്ഞിട്ട് പോകരുത് കേട്ടോ. ദെൻ 2a 2 × a ആരാണ്? 3. ദെൻ മൈനസ് ഇൻറ്റു മൈനസ് എപ്പോഴും പോസിറ്റീവ് ആകും കേട്ടോ. പോസിറ്റീവ് ചിഹ്നം നമ്മൾ ഇടാറില്ല, ജസ്റ്റ് +1 ± -1² എന്ന് വെച്ചാൽ -1 × -1. സോ 1 × 1 1 തന്നെയല്ലേ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. ഇവിടെയും ഈ സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ മൈനസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. -(-) +10 +4 3s are 12 120 അല്ലേ, 120 ഡിവൈഡഡ് ബൈ 2 × 3 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ± √121/6. 121 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. ഇനി നമുക്ക് മാറ്റാം. ± √121 മീൻസ് 11. 11 × 11 ആണ് 120. സോ 11. ഇനി ഇവിടെ നിന്നാണ് ഈ ഇക്വേഷൻ 2 ആവുന്നത് കേട്ടോ. നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 2 സൊല്യൂഷൻ ഉണ്ടാവും. ഇവിടെ നിന്ന് നമ്മൾ 2 സൊല്യൂഷൻ എഴുതാൻ പോകുന്നത് 1 + 11/6 എന്നും 1 - 11/6 എന്നും എഴുതാൻ പോവുക. സോ 11 1 12/6 1 - 11 എന്ന് വെച്ചാൽ -10/6. ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് ചെറുതാക്കുക? ഹാഫ് എടുത്താൽ മതിയോ കേട്ടോ. ദാറ്റ് ഈസ് 2. ഇവിടെയോ? ഇവിടെ ഹാഫ് എടുക്കുമ്പോൾ -5ഉം 3ഉം വരും. സോ -5/3. സോ നമ്മുടെ ചോദ്യത്തിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം കറക്റ്റായിട്ട്. ഓക്കെ, അടുത്തത് ഇൻ ആൻ എക്സാമിനേഷൻ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 11 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ കൊടുത്തിട്ടുണ്ട്. ദെൻ ഓപ്ഷൻ എ = ഫൈൻഡ് ദ മീൻ മാർക്ക്. ഓപ്ഷൻ ബി ഫൈൻഡ് ദ മീഡിയൻ മാർക്ക്. അപ്പം മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ഒബ്സർവേഷൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് അത്രയും എണ്ണം നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് മീൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും നടുവിൽ വരുന്ന സംഖ്യ. ഏറ്റവും നടുവിൽ വരുന്ന ആളെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നിരിക്കുന്ന ഈ ഒബ്സർവേഷൻസിനെ എല്ലാം എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. അപ്പോൾ ഏറ്റവും മിഡിൽ വരുന്ന സംഖ്യ ആരാണോ അതായിരിക്കും മീഡിയൻ. രണ്ടും ചെയ്ത് നോക്കാമേ. അപ്പോൾ ഞാൻ ആ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതി കേട്ടോ, ചെറുത് തൊട്ട് വലുത് വരെ. അപ്പോൾ നമുക്ക് മീഡിയൻ ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ = സം ഓഫ് ദ ഇതിനെല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യണമെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതണമെന്നില്ല കേട്ടോ. ഞാൻ ആ മീഡിയൻ കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ചോദ്യം അതുപോലെ വേഗം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 341 എന്ന് കിട്ടും. അതിന് നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര എണ്ണം ഉണ്ടത്? 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 31 ആണ്. ദെൻ മീഡിയൻ കണ്ടുപിടിക്കാൻ ഈ ഒബ്സർവേഷൻസിനകത്ത് ഏറ്റവും മിഡിലിൽ വരുന്ന ആൾ ആരാണ്? മൊത്തം 11 അല്ലേ. 11 ആകുമ്പോൾ ഓഡ് നമ്പർ ആകുമ്പോൾ 11ൻ്റെ കൂടെ 1 കൂടി ആഡ് ചെയ്ത് /2, അതായത് 12/2.
12/2 ചെയ്യുന്നു. ആൻസർ ഈസ് 6. ആറാമത്തെ ആൾ ആരാണോ അതായിരിക്കും മിഡിൽ നമ്പർ. 1 2 3 4 5 6 ഇതാണ് മിഡിൽ നമ്പർ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ. മിഡിൽ നമ്പർ കണ്ടുപിടിക്കാനുള്ള മാർഗം ഈ രണ്ടെണ്ണവും അറ്റത്തുനിന്ന് കട്ട് ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണും സെക്കൻഡ് ലാസ്റ്റും കട്ട് ചെയ്യാം. തേർഡ് വൺ തേർഡ് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഫോർത്ത് വൺ ഫോർത്ത് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഫിഫ്ത്ത് വൺ ഫിഫ്ത്ത് ലാസ്റ്റ് കട്ട് ചെയ്യാം. സോ ബാക്കി റിമൈനിങ് എന്തുണ്ട്? സോ അവർ മീഡിയൻ ഈസ് 31. എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. അല്ലെങ്കിൽ ആറാമത്തെ ആൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ BC = 4 cm, ആംഗിൾ B = 45, ആംഗിൾ C = 75. ഫൈൻഡ് ദ സർക്കം റേഡിയസ് ഓഫ് ദ ട്രയാങ്കിൾ ABC. ഈ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ആംഗിൾ മെഷർമെൻ്റ് ഒന്നും ഉണ്ടാവില്ല, ഇത് മാത്രം. അതുമല്ല എങ്കിൽ ഇതൊന്നും ഇല്ലാതെ ഈ സെൻറ്റർ ആംഗിൾ ചിലപ്പോൾ തന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെൻറ്റർ ആംഗിൾ തന്നപ്പോൾ ഈ 3 രീതികളിലും ഈ ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഞാനൊന്ന് എഴുതിയേക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലെങ്ത് ഓഫ് ദ കോഡിനെ ഞാൻ ഒരു എക്സ് എന്ന് വല്ലതും വിളിച്ചു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എ എന്ന് വിളിച്ചു. A = 2r sin c/2. അതിൽ C എന്ന് ഉദ്ദേശിക്കുന്നത് സെൻറ്റർ ആംഗിളിൻ്റെ C ആണ് കേട്ടോ. ഇത് ആറാണ്. അപ്പോൾ ഇതാണ് കണ്ടെത്തേണ്ടത്. എ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കോഡാണ്. അപ്പോൾ 4 = 2 × r × sin c/2. അതായത് ഇവിടെയുള്ള ആംഗിളാണ് അറിയേണ്ടത്. അതിനേക്കാൾ എളുപ്പം നോക്കുക. ഈ ഇവിടെയുള്ള ഈ സെൻറ്റർ ആംഗിളിൻ്റെ ഹാഫ് ആണല്ലോ ഇത്. അപ്പോൾ sin c/2 എന്ന് പറയുന്നത് ഈ ആംഗിൾ തന്നെയല്ലേ. അപ്പം 45 75 എത്രയാണ്? 120. 120 ബാക്കി 60. ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾസ് കൂട്ടിയാൽ 180 ആണെന്നുള്ള കോൺസെപ്റ്റ് പ്രകാരം ഇത് 120 ആണെങ്കിൽ ഇത് 60 ആണല്ലോ. അപ്പോൾ sin c/2 എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. സോ sin 60 കിട്ടിയല്ലോ എല്ലാം. ഇനി sin 60 എന്താ? നിങ്ങൾക്ക് sin 60 നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയില്ല വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ച് നോക്കുക. ഇത് 30, ഇത് 60, 90 എടുക്കുക. നമുക്ക് ആ റേഷ്യോ അറിയാമല്ലോ. 1:√3:2. നമുക്ക് അറിയേണ്ടത് sin 60. sin 60 എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. sin 60 എത്രയാണ്? എന്ത് വരും? 2 × r × sin ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. sin √3/2. sin 60യുടെ വാല്യൂ എന്താണ്? √3/2 എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അത്രയും മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? sin 60യുടെ വാല്യൂ √3/2. ബൈ ഹാർട്ട് പഠിക്കുന്ന മിടുക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഉത്തരം പറയും. ബൈ ഹാർട്ട് പഠിക്കാത്തവർ ഇങ്ങനെ ചിത്രം വരച്ച് നോക്കി മനസ്സിലാക്കുക കേട്ടോ. സോ ഇവിടെ 4 = ആണ് 2r sin c/2. ഈ 2 വെട്ടിക്കളയല്ലോ നമുക്ക്. സോ 4 = ജസ്റ്റ് r × √3. നമുക്ക് r അല്ലേ കണ്ടുപിടിക്കേണ്ടത്. r = 4/√3. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 4/√3. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 4/√3. ഞാൻ ഈ പറഞ്ഞ ചോദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടേ വരുള്ളൂ കേട്ടോ. ഞാൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ അർത്ഥമൊന്നും അറിയാതെ കയറി പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. nth term of an arithmetic sequence is 3n - 4. Find the common difference. Find the 10th term. ഓക്കെ, ചെയ്ത് നോക്കാം. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എക്ക് 1 മാർക്ക്, ഓപ്ഷൻ ബിക്ക് 1 മാർക്ക്, അങ്ങനെ രണ്ടും കൂടി നമുക്ക് 2 മാർക്കാണ്. ഇനി ഇവിടെ നോക്കുക. 3n - 4 എന്നൊരു ആൾജിബ്രയ്ക്ക് ഒരു ബീജഗണിത രൂപം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എങ്കിൽ ഡി എത്ര? അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തോളുക, നമുക്ക് ചിലപ്പോൾ ഇതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ചോദ്യമായിട്ട് തന്നെ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഡി എന്താണ് എന്ന് ചോദിച്ചാൽ ആൾജിബ്രയ്ക്ക് എക്സ്പ്രഷനകത്ത് എന്നിനോട് ചേർന്ന് നിൽക്കുന്ന ആൾ ആരാണോ അതാണ് ഡി. ദാറ്റ് ഈസ് ഇവിടെ ഡി എന്ന് പറയുന്നത് 3 ആണ്. ഈ ഓപ്ഷൻ ബി 10th ടൈം പറയുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ ഫസ്റ്റ് ടൈം എന്നാന്ന് നിങ്ങളൊന്ന് പറഞ്ഞേക്കാവേ. ഓപ്ഷൻ ബി ആണ് 10th ടൈം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഒന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നതിന് ഈ n ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാൽക്കുലേഷൻ 3 - 4 എത്ര? -1. ഇതാണ് ഫസ്റ്റ് ടൈം. നമ്മുടെ തമ്മിൽ ചോദിച്ചിരിക്കുന്നത് ഞാൻ ചുമ്മാ ഇതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. 10th ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നിന് എന്ത് കൊടുത്താൽ മതി? 10 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 3 × 10 - 4. 10 × 30 3 × 10 30 - 4. ദാറ്റ് ഈസ് ഈക്വൽ ടു
14 കുറച്ച 26. ഓക്കെ. അടുത്തത് കോർഡിനേറ്റിൻ്റെ ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ അതർ 2 വെർട്ടീസസ് ഓഫ് ദ റെക്ടാങ്കിൾ ഗിവൺ ബിലോ. എപ്പോഴും ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്ന എക്സ് ആക്സിസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മുകളിലേക്ക് പോകുന്നവരും വൈ എലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എക്സും സെക്കൻഡ് എലമെൻറ്റ് വൈയും ആണ്. അപ്പോൾ വൈ ആക്സിസിലാണ് ഈ ലൈൻ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എക്സ് എലമെൻറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്, 4 ആണ് കേട്ടോ. സോറി, എക്സ് എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടുത്തെ എക്സ് എലമെൻറ്റ് എന്ത് തന്നെയാണോ അതായിരിക്കും ഇവിടെ 0. ദെൻ ഇവിടെ ഇവിടെ വൈ എലമെൻറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വൈ എലമെൻറ്റ് ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെയും 0 ആണ്. ദെൻ ഇവിടെ ബിയിലെ എക്സ് എലമെൻറ്റ് 4 ആണെങ്കിൽ സിയിലെ എക്സ് എലമെൻറ്റ് 4 ആണ്. ദെൻ വൈ എന്ന് പറയുന്നത് 0യിൽ നിന്ന് എവിടെ വരെ കൂടി 2 വരെ. സോ 4, 2 എന്നാണ് ഈ ഒരു പോയിൻറ്റിൻ്റെ നമ്പേഴ്സ്. ഈ 2 ചോദ്യങ്ങളോട് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ഇൻ റേഡിയസ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഓർത്തിരുന്നു. ഒരു ട്രയാങ്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A/S ആണ്. വെയർ A എന്ന് പറയുന്നത് A ഈക്വൽ ടു ഏരിയ ആൻഡ് S ഇസ് ഈക്വൽ ടു സം ഓഫ് ദ സൈഡ്സ് ബൈ 2 കേട്ടോ. സം ഓഫ് സൈഡ്സ് ബൈ 2 അല്ലെങ്കിൽ സെമി പെരിമീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 10 ഈച്ചാണ്, ഓരോന്നും 10 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽ ടു, ഏരിയയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാമോ? ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ ഈക്വൽ ടു √3/4a² എന്നാണ് കേട്ടോ. ഇവിടെ എ എന്ന് പറയുന്നത് 10 ആയതുകൊണ്ട് 10ൻ്റെ സ്ക്വയർ വേണമെങ്കിൽ നമുക്ക് 10 × 10 100 എന്ന് എഴുതാം, ഒറ്റയടിക്ക് എഴുതാം. വേണമെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയും കൂടെ എഴുതാം, 25 √3 എന്ന് എഴുതുന്നതിനും തെറ്റൊന്നുമില്ല കേട്ടോ. ദെൻ അടുത്ത എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? എസ് കണ്ടുപിടിക്കണം. സം ഓഫ് ദ സൈഡ്സ് ബൈ 2. സം ഓഫ് ദ സൈഡ്സ് എത്രയാണ്? 10 + 10 + 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 30/2 15 വരും. അപ്പം ഇക്വേഷനകത്ത് കൊടുക്കുക. ഇക്വേഷന് ഏരിയ എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടിയത്? 25 √3ഉം എസ് എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? 15ഉം. രണ്ടും കൂടി കട്ടാക്കാമല്ലോ നമുക്ക്. കട്ടാക്കിയാൽ 5ൻ്റെ ടേബിൾ ചൊല്ലി കട്ട് ചെയ്താൽ 5 5s are 25, 5 3s are 15. സോ ആൻസർ ഈസ് 5/3 √3. വേണമെങ്കിൽ നമുക്ക് ഈ 3നെ എങ്ങനെയും കൂടി എഴുതാം. 5/3 മീൻസ് √3 × √3 ആട്ടോ 3. ഇപ്പോൾ ഇവിടെ ഒരു √3 ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ കട്ടായിപ്പോയി. ആൻസർ 5/√3 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരുന്നല്ലോ, റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A/S. The weight of 25 students are given below. Find the median weight. 35 kg weight in kg, number of students. 35 കിലോഗ്രാം ഭാരമുള്ള 4 കുട്ടികൾ, 40 കിലോഗ്രാം ഭാരമുള്ള 5 കുട്ടികൾ. അങ്ങനെ നമുക്ക് ഓരോ വെയ്റ്റിലുമുള്ള കുട്ടികളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ മീഡിയൻ വെയിറ്റ്, അതായത് ഏറ്റവും നടുവിൽ വരുന്ന ആളുടെ വെയിറ്റ് എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തണ്ടേ? നോക്കാം. എന്നിട്ട് അതിൻ്റെ മിഡിൽ വരുന്ന ആളുടെ വെയിറ്റ് എത്രയാണോ അതാണ് മീഡിയം വെയിറ്റ്. 35 അതിൽ താഴെയും വെയിറ്റുള്ള എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ദെൻ 40 കിലോഗ്രാമിൽ താഴെയുള്ളത്, ഇത് 40 കിലോഗ്രാമിൽ താഴെയുള്ള ആൾ തന്നെയല്ലേ 35 എന്ന് പറയുന്നു. അപ്പം അത് 5 പേരാണുള്ളത്. 40 അപ്പം 5 4 9 പേര് ഫുള്ളായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ ആഡ് ചെയ്ത് എഴുതുന്നതിന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ ബിലോ 50, അപ്പോൾ അതിൻ്റെ കൂടെ 6 ആണ് നമ്മൾ ചോദ്യത്തിൽ കിടക്കുന്നത്. 6 കൂടെ ചേർത്ത് എന്ത് പറയണം? 6 15. അടുത്തത് 55 kg വരെയുള്ള എത്ര പേരുണ്ട് അവിടെ? 21. വീണ്ടും 6ആണ്, 15 6 21. അടുത്തത് 60 kg വരെയുള്ളവർ 21 2 23. ദെൻ 65 kg ഉള്ളത് 23 2 25. ടോട്ടൽ 25ആണ്. ഇതൊരു ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ വരുമ്പം ഇതിനോടുകൂടി +1 എന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ്. എത്ര നമ്പർ ഓഫ് മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം 25നോടുകൂടി 1 കൂട്ടുക. 25 + 1/2 അതായത് 26/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. 13 ഇത് 13ാമത്തെ ആൾ വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്?
ഈ ഗ്രൂപ്പിലല്ലേ വരുന്നത്. ഇതിൽ താഴെ വരുന്ന 13 എന്ന് പറയുന്നത് ഇതിനുള്ളിലേ വരുള്ളൂ. സോ ദ മീഡിയൻ വെയ്റ്റ് ഈസ് ഈക്വൽ ടു 50 kg കേട്ടോ. മീഡിയൻ വെയ്റ്റ് എന്ന് പറയുന്നത് 13ാമത്തെ ആളുടെ വെയ്റ്റ് ആണ്. ദാറ്റ് ഈസ് 50 kg. അടുത്തൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഇക്വേഷൻ x² + 10x = 24, വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് ടു ബോത്ത് സൈഡ്സ് ടു മേക്ക് എ പെർഫെക്റ്റ് സ്ക്വയർ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഭാഗത്താണ് കേട്ടോ നമ്മുടെ ചിത്രങ്ങളെല്ലാം തന്നെ വരയ്ക്കാനുണ്ടാവുക എന്നാണ് ടീച്ചർക്ക് കൂടുതലും തോന്നുന്നത്. അപ്പോൾ വരയ്ക്കാനുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ടീച്ചർ വരയ്ക്കുന്നതെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാമേ. ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സെക്കൻഡ് ടേമിൻ്റെ ഹാഫ് എടുക്കുക, /2 അല്ലേ. a/2ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുകയും ഇവിടെ ആഡ് ചെയ്യുകയും ചെയ്താൽ മതി. 10ൻ്റെ ഹാഫ് 5 ആണ്. 5ൻ്റെ സ്ക്വയറായ 25 ഇവിടെ ആഡ് ചെയ്യുന്നു. 25 ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്തായി? x² + 10x + 25 = 49. ഇനി ഇത് x² + 10x + 25 ഇനി നമ്മൾ എന്ത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? x² സ്ക്വയർ റൂട്ടായ x ഇവിടെ എഴുതുന്നു, 25ൻ്റെ സ്ക്വയർ റൂട്ടായ 5 ഇവിടെ എഴുതുന്നു, ദെൻ സ്ക്വയർ എഴുതുക. അത് തന്നെയായിരിക്കും എന്ത്? x² + 10x + 25. 49 നമുക്ക് ഇങ്ങനെ എഴുതാം 7². രണ്ടിടത്തെയും സ്ക്വയർ കട്ട് ചെയ്താൽ x + 5 = 7, x = 7 - 5, that is equal to 2. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. എ എന്ന് പറയുന്നത് p of x = x² - 7x + 6. ഫൈൻഡ് p of 1, p of 6. ഓപ്ഷൻ ബി, ഫൈൻഡ് the solution of the equation p of x = 0. Then write the polynomial with p of 1 = 0, p of 2 = 0, p of 3 = 0. ഈ ലാസ്റ്റത്തെ ഓപ്ഷൻസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. സിമ്പിളാണ്, നിങ്ങൾ എപ്പോഴും എഴുതുന്നത് തന്നെയാണ്. പക്ഷേ ചോദ്യം ഇങ്ങനെ വന്നാൽ ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ എഴുതുമോ എന്നുള്ളതാണ്. നോക്കാം. ചോദ്യം നമ്പർ 1, വാട്ട് ഈസ് p of 1? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? p of x എന്ന ചോദ്യത്തിൽ എക്സിനെല്ലാം എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. 7 × 1 + 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 1ൻ്റെ സ്ക്വയർ 1 - 7 × 1 7 - 7 + 6. 6 1 7. ആദ്യ പ്ലസുകൾ തമ്മിൽ കൂട്ടുക. 7 7 - 7, ആൻസർ ഈസ് 0. അടുത്തത് p of 6. എക്സിന് എന്ത് കൊടുക്കുന്നു? 6. 6² - 7 × 6 + 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 6ൻ്റെ സ്ക്വയർ 36 - 7 6s are 42 + 6, 36 6 42 - 42 0. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ p of 1 എന്ന വാല്യൂവിനും p of 6 എന്ന വാല്യൂവിനും ഇത് 0 ആണെങ്കിൽ 1ഉം 6ഉം എന്താണ്? ഇതിൻ്റെ ഫാക്ടർ അല്ല. അതായത് x - 1ഉം x - 6 ആർ ദ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബിയുടെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ സൊല്യൂഷൻ. ഓപ്ഷൻ ബി എന്താണ്? ഫൈൻഡ് ദ സൊല്യൂഷൻ. സൊല്യൂഷൻസ് ആരാണ്? ഇത് തന്നെയാണ് സൊല്യൂഷൻ അല്ലേ. ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ നമുക്ക് 0 കിട്ടുന്നത് അതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ഉത്തരം എന്താ? x - 1, x - 6 ആർ ദ സൊല്യൂഷൻ. ദെൻ ഓപ്ഷൻ സി അവർ പറയുന്നുണ്ട്. ഓപ്ഷൻ സി എന്താ? ഈ ചോദ്യമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതായത് p of 1 = 0 കിട്ടുന്നു എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിന് 1 കൊടുക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇതെന്തായി? ഇത് x - 1 = 0. അതുപോലെ p of 2 = 0 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക്? ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് x - 2 = 0. p of 3 = 0 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? x - 3 = 0. അതായത് x - 1 ഒരു പോളിനോമിയലാണ്, x - 2 ഒരു പോളിനോമിയലാണ്, x - 3 ഒരു പോളിനോമിയലാണ്. ഓക്കെ. 5 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീഡിയൻ്റെ ചാപ്റ്ററിലെയാണ്. ഇൻ എ ലൊക്കാലിറ്റി ദ ഹൗസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി 0 to 60. നമ്പർ ഓഫ് ഹൗസസ് 4.
60 to 120 10, 120 to 80 12, 180 to 240 15, 240 to 300 14, 300 to 364. Question number 1, find the total number of houses. Question number 2, according to the hypothesis, what is the consumption of electricity of 27th house? Option C, find the median. Median കണ്ടെത്തുക. കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി 60 വരെ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ബിലോ 60. അങ്ങനെ നമ്മൾ ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നമ്മൾ നിർമ്മിക്കണം കേട്ടോ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഫ്രീക്വൻസി നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നതിനാണ് പറയുന്നത്. അപ്പോൾ ബിലോ 60 60 യൂണിറ്റിൽ കുറവ് യൂണിറ്റ് കറണ്ട് ചിലവാക്കുന്നവർ 4 കുടുംബാംഗങ്ങളാണുള്ളത്. അടുത്തത് ബിലോ 120 120 താഴെ എന്ന് പറയുമ്പോൾ ഈ 4 ഉൾപ്പെടുമല്ലോ. 10 4 14 വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഹൗസസ് എന്നാണ്. അപ്പോൾ എപ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് ഹൗസ് എന്ന് പറയുന്നത് അവസാനം വരുന്ന 59 ആണ് നമ്പർ ഓഫ് ഹൗസസ്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഹൗസ് എന്നുള്ള ഓപ്ഷൻ എയുടെ ആൻസർ എന്ന് പറയുന്നത് 59 ഇനി ഇതിന് പ്രകാരം 27ാമത്തെ വീട്ടുകാരൻ ഉപയോഗിക്കുന്ന എത്രത്തോളം കറണ്ടാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് 59 ആണല്ലോ. അപ്പോൾ നമ്മൾ ഓഡ് നമ്പർ ഓഫ് ഹൗസസ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഓഡ് നമ്പർ വന്നാൽ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഡി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡി കണ്ടുപിടിക്കാൻ ഇതിനോട് കൂടി +1 ചെയ്യുക. അതായത് n/2 ഇതിൻ്റെ ഹാഫ് എത്രാമത്തെ ആളാണ് മിഡിലിൽ നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് 59നോട് കൂടി ഒന്നുകൂടെ ആഡ് ചെയ്യുക /2. ദാറ്റ് ഈസ് 30ാമത്തെ വീട്ടുകാരൻ ആരാണോ അയാൾ ഉപയോഗിക്കുന്ന കറണ്ടാണ് ഇവിടുത്തെ എന്താണ് മീഡിയൻ കൺസംഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 27ാമൻ എത്ര ഉപയോഗിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇവിടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. D എല്ലാം ബൈ ഹാർട്ട് പഠിച്ചോണം. ഇപ്പോൾ ഇവിടെ 30 എന്ന് പറയുന്നത് ഏതിൻ്റെ ഉള്ളിൽ വരും? ഈ രണ്ടെണ്ണത്തിനുള്ളിലാണല്ലോ വരുന്നത്. 30ാമത്തെ വീട്ടുകാരൻ 26നും 41നും ഇടയിലാണല്ലോ. അപ്പം നമ്മൾ ഇതിനെ അങ്ങ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുന്ന കാര്യം മറക്കല്ല. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ D ആണ്. D കണ്ടുപിടിക്കാൻ 240 - 180 ഡിവൈഡഡ് ബൈ 41 - 26 മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? 240 180 കുറച്ചാൽ 0 14 8 പോയി 6 60 വരും. ഇത് 15 വരും. 60 ഡിവൈഡ് ബൈ 15 എന്ന് വെച്ചാൽ 4 ആണ് കേട്ടോ ആൻസർ ഈസ് 4. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്താണെന്നറിയോ? 26ാമത്തെ വീട്ടുകാരൻ, അതായത് 26ാമൻ അടയ്ക്കുന്ന അല്ലെങ്കിൽ 26ാമത്തെ വീട്ടുകാരൻ ഉപയോഗിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 27ാമൻ ഉപയോഗിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ +4 കഴിഞ്ഞ് ഈ ഡിഫറൻസ് എന്നോട് കൊണ്ട് 184 184. അപ്പോൾ രണ്ടാമത്തെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ചോദ്യം മീഡിയൻ ആണ്. അതായത് മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? 30ാമത്തെ വീട്ടുകാരൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി അറിഞ്ഞാൽ മതി, അതാണ് മീഡിയൻ. അപ്പോൾ ആ കൂടെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് എഴുതി പോവാം. 28ാമൻ ഉപയോഗിക്കുന്നത് 184 4 188. 29ാമനാണെങ്കിൽ 188 4 192. 30ാമൻ ഉപയോഗിക്കുന്നത് 192 4 196. അപ്പോൾ 30ാമൻ മീഡിയൻ കൺസപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 196 ആണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ബിലോ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, ഫൈൻഡ് ദ റേഡിയസ്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ വിത്ത് ഇക്വേഷൻസ്. ഈ 4 എണ്ണത്തിൻ്റെ ഓപ്ഷൻസ് കണ്ടെത്തണം. നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ റേഡിയസ് 6 കണ്ടുപിടിക്കണം. അപ്പോൾ 6 കണ്ടുപിടിക്കാനായിട്ട് നമ്മളിത് ജോയിൻ ചെയ്തു. ഇത് ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ ഇത് റേഡിയസ് ആണല്ലോ. ഇത് റേഡിയസ് ആണെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് ഇത് 90 ഡിഗ്രി ആണല്ലോ. ഒരു സെമി സർക്കിളിൽ 90 ഡിഗ്രി വന്നാൽ ഉറപ്പായിട്ട് ഇത് ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്ററിൻ്റെ ഹാഫ് അല്ലെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സെൻറ്റർ ആംഗിൾ. ഈ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടും. അപ്പോൾ സെൻറ്റർ കിട്ടാനുള്ള മാർഗ്ഗം എന്തായിരുന്നു? x1 + x2 / 2 then y1 + y2 / 2 ചെയ്താൽ മതി. x1 + x2 6 + 0 ഇത് വരും
6 പ്ലസ് 0/2 ഇത് 0 പ്ലസ് 8/2. That is equal to 3 and 4 are the center of the circle. 3, 4 ആണ് center of the circle. Okay. ഓപ്ഷൻ ബി എന്താണെന്നറിയോ? സെൻറ്റർ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിച്ചു. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഫൈൻഡ് ദ റേഡിയസ്. റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനെ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കണം. അതായത് √(x2 - x1 സ്ക്വയർ പ്ലസ് y2 - y1 സ്ക്വയർ ചെയ്യുക. അപ്പോൾ x1 y1 x2 y2 ആയിട്ട് ആരെ എടുക്കും? ഇത് x1 y1 എന്നും ഇത് x2 y2 എന്നും എടുത്തോ. x2 y2 എന്നും എടുത്തോ. അപ്പം x2 - x1 അതായത് 0 - 3 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്താണ് 8 - 4 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3യുടെ സ്ക്വയർ 9 വരും. √9 പ്ലസ് 8 - 4 4ൻ്റെ സ്ക്വയർ 16 വരും. 16 9 √25 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം എത്രയാണെന്ന് നമുക്ക് കിട്ടി 5. സോ റേഡിയസ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ഓക്കെ. സെൻറ്റർ ഓഫ് ദ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് സെൻറ്റേഴ്സ് x - 3 the whole square പ്ലസ് y - 4 the whole square is equal to r square എന്നാണ്. ഇവിടെ r എന്ന് പറയുന്നത് 5 ആയതുകൊണ്ട് r square is equal to 25. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി എന്താണ്? ഫൈൻഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ വിത്ത് ദ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ചെയ്യേണ്ടത് എങ്ങനെയാണ്? x സ്ക്വയർ പ്ലസ് 4x പ്ലസ് y സ്ക്വയർ മൈനസ് 6y ഈക്വൽ ടു -12 എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എഴുതുക. ദെൻ ഇവിടെ എക്സിൻ്റെ ടൈംസിൽ നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നോ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. സോ x സ്ക്വയർ പ്ലസ് 4x പ്ലസ് സ്പേസ് ഇട്ടിട്ട് y സ്ക്വയർ മൈനസ് 6y ഇവിടെ സ്പേസ് ഇട്ടിട്ട് -12 കൊടുക്കാം. ഇനി എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ വരണമെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ പകുതിയുടെ സ്ക്വയർ ദാറ്റ് ഈസ് 4ൻ്റെ പകുതി 2ൻ്റെ സ്ക്വയർ കൊടുക്കുക. 2 സ്ക്വയർ അല്ലെങ്കിൽ 2 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 4 എന്ന് തന്നെ എഴുതാം. ഇവിടെയോ -3യുടെ ഹാഫ് 6ൻ്റെ ഹാഫ് 3 ആണ്. 3യുടെ സ്ക്വയർ ആയ 9 ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ 9 4 തന്നെ നമുക്കിവിടെ ആഡ് ചെയ്യാം കേട്ടോ. വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? +4 ഇവിടെയും +9 ഇവിടെ ആഡ് ചെയ്യുന്നു. രണ്ടിടത്തും വാല്യൂവിന് ചേഞ്ച് വരത്തില്ല. ദെൻ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത്രയും മാത്രമായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് x + 2 the whole square പ്ലസ് y - 3 the whole square ഈക്വൽ ടു 9 13 അല്ല -1 വരും അല്ലേ? അല്ല +1 വരും. ആൻസർ ഈസ് +1. അപ്പോൾ ഇതാ ഇക്വേഷൻ, സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇത് ശരിക്കും പറയാം സർക്കിളിൻ്റെ ഇക്വേഷൻ x - r the whole square x മൈനസ് സെൻറ്റർ ആട്ടോ x - y1 the whole square പ്ലസ് y - y2 the whole square എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? x - -2 the whole square പ്ലസ് y - 3 the whole square എന്നാണ് യഥാർത്ഥത്തിൽ ഇത് വരുന്നത്. സോ ദ സെൻറ്റേഴ്സ് ആർ -2, 3 ആർ ദ സെൻറ്റേഴ്സ് ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ. A sector of a circle with radius 18 cm and center angle 240 is bent to form a cone. First question, find the slant height of the cone, find the base radius of the cone, find the curved surface area. Then in the second part, ഇത് പറഞ്ഞ് തീർത്തിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് പോകാമേ. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൽ നമ്മൾ 240 മെഷർമെൻറ്റിനുള്ള ഒരു സെക്ടർ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനൊരു സെക്ടർ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനൊരു സെക്ടർ കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 240 ഡിഗ്രിയാണ് സെൻറ്റർ ആംഗിൾ. എന്നിട്ട് ഇത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ കർവ്ഡായിട്ട് ചുറ്റി നമ്മൾ എന്തുണ്ടാക്കി? ഒരു കോൺ നിർമ്മിച്ചു. എങ്കിൽ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 18 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ലാൻഡ് ഹെഡ് ചെരിഞ്ഞുള്ള പൊക്കോ എന്ത് തന്നെയാണ്? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഓപ്ഷൻ എയുടെ ആൻസർ എന്ത് തന്നെയാണ്? സ്ലാൻഡ് ഹൈറ്റ് L is equal to 18 സെൻറ്റിമീറ്റർ. ദെൻ ദ ബേസ് റേഡിയസ്, നമുക്ക് ഈ റേഡിയസ് അറിയണം. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഓപ്ഷൻ ബി നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഇക്വേഷൻ ഇതാണ്. x/360 is equal to r/R. ഓക്കെ, ഇത് കാണാതെ പഠിച്ചു. ഇത് തിരിച്ച് മറിച്ചു വിട്ടായിരുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഇഷ്ടം R/R = എന്ന് എഴുതിയാലും കുഴപ്പമില്ല. എന്തായാലും
എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. ദാറ്റ് ഈസ് 240 ഡിവൈഡഡ് ബൈ 360 ഇസ് ഈക്വൽ ടു ഈ സ്മോൾ ആർ നമുക്ക് ഈ ആറ് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ക്യാപിറ്റൽ ആർ അറിയാം. എന്താണ്? ഈ സ്ലാൻഡ് ഹൈറ്റ് ആണ് ആറ്. ദാറ്റ് ഈസ് ഈക്വൽ ടു r/18. ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം നോക്കിയേ. ഇത് രണ്ടും കട്ട് ചെയ്തു. നമ്മളത് വേണമെങ്കിൽ 12ൻ്റെ ടേബിൾ ചൊല്ലി വേണം കട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, r ഈക്വൽ ടു എന്ത് ചെയ്യാം, ഈ 18 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. r ഈക്വൽ ടു 18 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 36. ഈ 36 18 കട്ട് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. 24/2 എന്ന് വരും, 12. അപ്പോൾ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് റേഡിയസ് ഓപ്ഷൻ ബി r ഈക്വൽ ടു എന്ത് വന്നു? 12. ഇവിടെ കട്ടിങ് നടത്തിയതാണ് കേട്ടോ. ഈ ഓപ്ഷൻ സി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് എ കർവ്ഡ് സർഫസ് ഏരിയ? കർവ്ഡ് സർഫസ് ഏരിയ CSA ഈക്വൽ ടു എന്താണ്? CSA ഈക്വൽ ടു πr/L ആണ് അല്ലേ. ദാറ്റ് ഈസ് പൈ ഇൻറ്റു r എത്രയാണ്? 12 ഇൻറ്റു L എത്രയാണ്? 18. സോ ആൻസർ ഈസ് 216 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഇനി അതിൻ്റെ പാർട്ട് 2 ഒന്ന് നോക്കിയേക്കാം. സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: കൺസിഡർ എ കോൺ ഓഫ് ഹൈറ്റ് ആൻഡ് റേഡിയസ് ആർ ഈക്വൽ. ഹൈറ്റും റേഡിയസും ഈക്വൽ ആണ്. ദെൻ എ ഹെമിസ്ഫിയർ, എ സിലിണ്ടർ ഓഫ് ഈക്വൽ റേഡിയസ് ആൻഡ് ഹൈറ്റ് ആൻഡ് സ്ഫിയർ. The radius of each figures is r unit. Prove that the volume of these are in arithmetic. ഇവയുടെ എല്ലാത്തിൻ്റെയും വോളിയം ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പ്രൂവ് ചെയ്യണം. നോക്കാം. അത് നമുക്ക് ഇവിടെ എല്ലാം കോണിൻ്റെ ഇക്വേഷൻ എഴുതാമേ. കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ r²h ആണ് അല്ലേ. അടുത്ത ഹെമിസ്ഫിയറിൻ്റെ 2/3 പൈ r³. സിലിണ്ടറിൻ്റെ ആണെങ്കിൽ പൈ r²h. സ്ഫിയറിൻ്റെ ആണെങ്കിൽ 4/3 പൈ r³. ഇനി ഇവിടെ r/h എല്ലാം സെയിം ആണ്. നമ്മൾ 6 യൂണിറ്റ് ആയിട്ട് എടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എച്ചിനെ കൂടെ 1/3 പൈ r² ഇൻറ്റു 6, അതായത് 1/3 പൈ r³. ഇതോ 2/3. അവിടെ എച്ചില്ലല്ലോ, ജസ്റ്റ് 2/3 പൈ r³. അപ്പോൾ എന്ത് വരും? 2/3 പൈ r³. അടുത്തതോ എച്ചും ആർ സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വരും? പൈ r² ഇൻറ്റു r, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ r³. അടുത്തത് 4/3 പൈ r³. 4/3 പൈ r³. നോക്കൂ, ഇതെല്ലാം അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാം. 1/3 പൈ r³, 2/3 പൈ r³, പൈ r³, 4/3 പൈ r³. ശരിയല്ല, എല്ലാം അരിത്തമെറ്റിക് സീക്വൻസിൽ തന്നെയല്ല വന്നത്. 1/3, 2/3, 1, 4/3. 2/3, 1/3 ആണ് ഇവിടെ എന്ത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/3, 2/3 വരും. 2/3 പ്ലസ് 1/3 എന്ന് പറയുമ്പോൾ 1 വരും. 1/3, 1 പ്ലസ് 1/3, 4/3 വരും. സോ ദീസ് ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ: two buildings are 24 meters apart. From the top of the smaller building, one sees the foot of the taller building at the depression 60 degree and its top at the elevation 30 degree. Draw a rough figure. Find the height of the building. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 24 മീറ്ററാണ്. ഇവിടെ ഒരു ചെറിയ ബിൽഡിങ്ങും ദെൻ ഇവിടെ ഒരു ഹൈറ്റുള്ളൊരു ബിൽഡിങ്, ഈ രണ്ട് ബിൽഡിങ്ങാണ് നിൽപ്പുണ്ട്. ഇനി ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക? ഈ ചെറിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതിൻ്റെ ഈ ടോളർ ബിൽഡിങ്, നീളമുള്ള ബിൽഡിങ്ങിൻ്റെ ചുവട് ഭാഗം 60 ഡിഗ്രി ആംഗിൾ ഓഫ് ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കാണുക. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ വിഷൻ ആദ്യം വരയ്ക്കണം. എന്നിട്ട് അവിടെ നിന്ന് താഴേക്കുള്ള ആ വ്യൂ കാണുന്ന ആ ആംഗിളാണ് എന്തെന്ന് പറയുന്നത് 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ കോൺസെപ്റ്റ് വെച്ച് ഇവിടെയും 60 ഡിഗ്രി വരും. ഇനി അതേ മനുഷ്യൻ ഇവിടെ നിന്നുകൊണ്ട് ഈ നീളമുള്ള ബിൽഡിങ്ങിൻ്റെ മുകളറ്റം എത്ര ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടായിട്ടുണ്ട്.
ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ. ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളിൻ്റെയും ഹൈറ്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ ടോളർ ബിൽഡിംഗ് ആണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ലെങ്ത്തും ഈ ഒരു ആംഗിളും ഉപയോഗിച്ച് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. ഈ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ ഈ ഹൈറ്റ് ആയല്ലോ. അപ്പോൾ ഇവിടെ tan 60 അല്ലേ. tan 60 എന്താണ് tan എന്ന് ഞാൻ വേഗം പറയാൻ കാരണം നമുക്ക് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ വശമാണ് കണ്ടുപിടിക്കേണ്ടത്, ഓപ്പോസിറ്റ് സൈഡും ഇത് അഡ്ജസൻറ്റും. ഓപ്പോസിറ്റും അഡ്ജസൻറ്റും ഉള്ളത് എന്താ? tan 60 ആണ്. tan 60 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റിനെ എക്സ് എന്ന് ഒറ്റ വിളിച്ചാൽ എക്സ് ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 24. tan 60യുടെ വാല്യൂ എന്താണെന്നറിയോ? √3 ആണ്. √3 ഈക്വൽ ടു എക്സ് ബൈ 24. സോ എക്സ് ഈസ് ഈക്വൽ ടു 24√3. അപ്പോൾ ഇതും 24√3 ആണല്ലോ. 24√3 ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 24√3. ഇത് രണ്ട് സെയിം ആണല്ലോ. ഇനി ഈ നീളം എന്ന് പറയുന്നത് 24 തന്നെയല്ലേ. അപ്പം ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത്, അഡ്ജസൻറ്റ് സൈഡാണിത്. നമുക്കിത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ? tan 30 എഴുതണം. മനസ്സിലായോ? tan 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റിനെ എച്ച് എന്ന് വിളിച്ചാൽ എച്ച് ബൈ 24. tan 30 എത്രയാണെന്ന് നമുക്കറിയാം? 1/√3 ഈക്വൽ ടു എച്ച് ബൈ 24. സോ എച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഇവിടെ നിന്ന് എച്ച് ഈക്വൽ ടു ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എച്ച് ഈക്വൽ ടു 24/√3. അപ്പോൾ നമുക്ക് രണ്ടും എക്സും എച്ചും രണ്ടും കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടലായില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ടോളർ ബിൽഡിംഗ്. ഹൈറ്റ് ഓഫ് ദ ടോളർ ബിൽഡിംഗ് ഈക്വൽ ടു 24√3 പ്ലസ് 24/√3. ഇവിടെ എങ്ങനെയാണെന്നറിയാം? എൽ സി എടുക്കണേ. √3 ആണ് എൽ സി. ആഡ് ചെയ്യാൻ അറിയാമോ നിങ്ങൾക്ക്? ഇതിങ്ങനെ എൽ സി എടുക്കുമ്പോൾ ഇത് √3 വരും. ഇത് 24 × √3 × √3 24 × 3 പ്ലസ് ഇവിടെ എന്ത് വരും? 24 എന്ന് വരും. അപ്പം 24 രണ്ടിടത്ത് 24 കോമൺ ആണ്. ബാക്കി 3 + 1/√3 ദാറ്റ് ഈസ് 24 × 4/√3. ഇനി 24നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാമെന്നറിയോ? നിങ്ങൾ ഇവിടെ കൊണ്ടൊക്കെ നിർത്തിക്കോട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിർത്തിക്കോ. ബാക്കി ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ടീച്ചർ ചെയ്ത് കാണിക്കാം. 24നെ വേണമെങ്കിൽ 3 × 8 × 4 എന്ന് എഴുതാം. പിന്നെ 3 × 8. ഈ 3 × 8 ആ 3നെ എങ്ങനെ എഴുതാം? വീണ്ടും എനിക്ക് വേണമെങ്കിൽ √3 × √3 എഴുതുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഒരു √3 കട്ടാവും. ബാക്കി വരുന്നത് എന്താ? √3 × 8 × 4 അതായത് 8 4 32√3 എന്ന് വരും. ഇവിടെ കൊണ്ട് നിർത്തിക്കോട്ടോ. ഒരു കുഴപ്പമില്ല, നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ കുറച്ചുകൂടെയൊക്കെ ചെയ്യാൻ അറിയാവുന്നവർ ഇതുവരെ ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന തരത്തിലുള്ള ഒരു വീഡിയോയുമായി ടീച്ചർ ഉടനെ വരാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക.